റിയൽ വേൾഡ് അസറ്റ്സ് അഥവാ RWA 2024 ബുൾറണിന്റെ ഹോട്ട് ട്രെൻഡായി എല്ലാവരും നോക്കുന്ന ക്രിപ്റ്റോ സെക്ടർ. എന്താണ് റിയൽ വേൾഡ് അസറ്റ്സ്? എന്താണ് അതിന് ഇത്ര പ്രത്യേകത? ഏതൊക്കെ ടോക്കൺസ് ആണ് റിയൽ വേൾഡ് നെറേറ്റീവിൽ മുമ്പിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് റിയൽ വേൾഡ് അസറ്റ്സ് ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? വൈ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സോ ഹ്യൂജ്? കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. റിയൽ വേൾഡ് അസറ്റ്സ് ആണ് RWA എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്താണ് ഇതൊരു ട്രെൻഡ് ആവാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇതൊരു ട്രെൻഡ് ആവാനുള്ള കാരണം? വാട്ട് ഈസ് ദ ഹൈപ്പ് ബിഹൈൻഡ് ഇറ്റ്? അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബ്ലോക്ക് ചെയിനും റിയൽ വേൾഡും രണ്ട് തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. റിയൽ വേൾഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അവിടെ നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ ആക്ച്വലി കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് റെന്റിന് കൊടുക്കാം, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്സ് കാറ് അങ്ങനത്തെ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ചില സാധനങ്ങൾ നമുക്ക് വിൽക്കാം, വാങ്ങിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു പ്രക്രിയ റിയൽ വേൾഡിൽ നടക്കുന്നതാണ്. ഇത് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, പക്ഷെ ബ്ലോക്ക് ചെയിനിൽ ഈ വക ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റുന്നില്ല. കറന്റ്ലി ബ്ലോക്ക് ചെയിനിന്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതായത് ഡിജിറ്റൽ ആപ്സുകൾ, ടാഞ്ചിബിൾ അല്ലാത്ത ആപ്പുകളാണ് ഫുള്ള് ബ്ലോക്ക് ചെയിനിലുള്ളത്. അപ്പൊ അതിലെ ടോക്കണുകൾ മേടിക്കുന്നു, വിൽക്കുന്നു, ഗെയിം കളിക്കുന്നു, അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ റിയൽ വേൾഡും ബ്ലോക്ക് ചെയിനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അപ്പോ ചില പ്രൊജക്റ്റുകൾ റിയൽ വേൾഡിലുള്ള നമ്മുടെ ആക്ടിവിറ്റികളെയും നമ്മൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെയും ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കടത്താം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈ റിയൽ വേൾഡ് അസറ്റ്സ് ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞാൽ റിയൽ വേൾഡ് അസറ്റ്സ്, റിയൽ വേൾഡിലുള്ള അസറ്റുകളെ ടോക്കണൈസ് ചെയ്ത് എങ്ങനെ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് കടത്താം, എങ്ങനെ റിയൽ വേൾഡിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് ബ്ലോക്ക് ചെയിൻ വഴി നമുക്ക് റവന്യൂ ജനറേഷൻ ഉപയോഗിക്കാം എന്നുള്ള കൺസെപ്റ്റാണ് റിയൽ വേൾഡ് അസറ്റ്സ് അല്ലെങ്കിൽ RWA എന്നുള്ള ട്രെൻഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് സോ ഹ്യൂജ് ആണ് എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത് റിയൽ വേൾഡ് അസറ്റ്സ് ഭയങ്കര വലുതാണ്. നമ്മുടെ എർത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിന്റെയൊക്കെ നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ട്രില്യൺസ് ആണ്. ഒന്നാമത് റിയൽ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. റിയൽ വേൾഡിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്, ബോണ്ട്സ്, സെക്യൂരിറ്റീസ്, സ്റ്റോക്സ്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന റിയൽ വേൾഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും വാല്യൂ ഭയങ്കര വലുതാണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഇറ്റ് വിൽ ഓപ്പൺ എ ബിഗ് ഏരിയ ഫോർ എക്സ്പാൻഷൻ. അതാണ് ഈ ട്രെൻഡ് ഇത്രയും ഹോട്ട് ആവാനുള്ള കാരണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുർജ് ഖലീഫ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുർജ് ഖലീഫ ബിൽഡ് ചെയ്യാനുള്ള ഫണ്ട് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആക്ച്വലി അവർ ഒരു ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൻ്റെ അടുത്ത് പോയി അതിൻ്റെ പേരിലൊരു ബോണ്ട് ഉണ്ടാക്കിയിട്ട് ദേ വിൽ ഇഷ്യൂ ഷെയർസ്. അപ്പോൾ അത് മേടിക്കുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. അവർ അങ്ങനെ ഫണ്ട് സ്വരൂപിച്ച് അത് കെട്ടിപ്പൊക്കുന്നു. അതിൻ്റെ ഇതിന്ന് കുറച്ച് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇതിനെ നമ്മൾ ടോക്കണൈസ് ചെയ്ത് ബ്ലോക്ക് ചെയിനിലേക്ക് എത്തിച്ചാൽ എന്തുണ്ടാകും? അപ്പോൾ ഒന്നാമത് ഇപ്പോൾ മൊത്തം ബുർജ് ഖലീഫാനെ ഒരു 10,000 പീസാക്കിയാൽ അതിലേക്ക് വേണ്ടുന്ന ഫണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റും. മറ്റത് നമുക്ക് പറ്റില്ല. കാരണം അതിന്റെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. കോമൺ മാന് ആക്സസിബിൾ ആക്കാൻ പറ്റില്ല. ഇപ്പൊ 10,000 ഷെയർ എന്നുള്ളത് വിടും, 1,00,000 ഷെയർ അല്ലെങ്കിൽ 1,00,000 ടോക്കൺ 2,00,000 ടോക്കൺ ആക്കാം. അപ്പോൾ നമുക്കും അതിന്റെ ഒരു ചെറിയ ഒരു ഓണർഷിപ്പ് കിട്ടും. അതായത് ഫ്രാക്ഷണൽ ഓണർഷിപ്പ് ഓഫ് റിയൽ വേൾഡ് പ്രോപ്പർട്ടി കിട്ടും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തത്, ഇപ്പൊ US ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റ് നടന്നു, അല്ലെങ്കിൽ നമ്മുടെ ബുർജ് ഖലീഫയുടെ എക്സാമ്പിൾ എടുത്താൽ ദുബായിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കേരളത്തിൽ ഇരുന്നോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റില്ല. അതേസമയം ഇഫ് ദേ ക്യാൻ ഇഷ്യൂ ദ ഓണർഷിപ്പ് ഓഫ് ബുർജ് ഖലീഫ
ടോക്കണൈസ്ഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ വഴി ഇഷ്യൂ ചെയ്താൽ ഈവൻ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 15 രൂപ 20 രൂപയുള്ളെങ്കിലും യു ക്യാൻ ഗെറ്റ് ദ ഈക്വലന്റ് ഷെയർസ് അല്ലേ. അപ്പോൾ എന്ത് പറ്റുന്നു? ബോർഡർലെസ് പേയ്മെന്റ്സ് വരുന്നു. അതായത് കേരളത്തിൽ റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് ലോകത്തിന്റെ എവിടെയെങ്കിലും ഉള്ളൊരു നല്ല ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമാകാൻ പറ്റും. കറന്റ് സിനാരിയോയിൽ അത് പറ്റില്ല. ഇതുപോലെ തന്നെയാണ് വെഹിക്കിൾ റെന്റിങ്. സപ്പോസ് ഒരു പുതിയ തരം വെഹിക്കിൾ റെന്റിങ് കമ്പനി ആഫ്രിക്കയിൽ വന്നിരിക്കട്ടെ. സോ അവരത് ടോക്കണൈസ് ചെയ്ത് അതിന്റെ ഓണർഷിപ്പ് ടോക്കൺ വഴി നമുക്ക് ബ്ലോക്ക് ചെയിനിൽ ഫ്ലോട്ട് ചെയ്താൽ നമുക്കത് ഓണർഷിപ്പ് ഓൺ ചെയ്യാം. അതിന്റെ റിയൽ വേൾഡ് മാനേജ്മെന്റ് ഒരു ഡാവോ അല്ലെങ്കിൽ ഒരു കമ്പനി നോക്കും. ദേ ക്യാൻ ടേക്ക് ദെയർ ഷെയർ. പക്ഷെ അതിന്റെ പ്രോഫിറ്റ് അതിന്റെ ഓണർഷിപ്പ് ടോക്കൺ ഹോൾഡേഴ്സിന് കിട്ടണം. ഇതാണ് റിയൽ വേൾഡ് അസറ്റ്സ് എന്നുള്ള കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഫിസിക്കൽ വേൾഡിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എൻറ്റിറ്റി ടോക്കണൈസ് ചെയ്ത് ഓണർഷിപ്പ് ബ്ലോക്ക് ചെയിൻ വഴി ലോകത്ത് എല്ലാവർക്കും കൊടുക്കുക. അതിന്റെ മെയിൻ്റനൻസ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ പ്രോഫിറ്റ് ക്യാൻ ബി ഷെയർഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലുതാകും. ബോർഡർലെസ് ഇൻവെസ്റ്റ്മെന്റ്സ് ക്രോസ് കൺട്രി മൂവ് ചെയ്യും. അങ്ങനെ ഒരുപാട്. ഇഫ് യു ഇമാജിൻ ഇറ്റ്സ് എൻഡ്ലെസ്, ഇത് കറക്റ്റായിട്ട് നടത്താൻ പറ്റിയാൽ. പക്ഷേ അവിടെയാണ് ഇതിന്റെ ചലഞ്ച് വരുന്നത്. എന്താണ്? ഇത് പ്രോപ്പറായിട്ട് ആര് നോക്കി നടത്തും? ഇതിന്റെ ഓപ്പറേഷൻസ് കിട്ടുന്ന ക്യാഷ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടോ? ഡിവിഡൻഡ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു 1500 പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് അക്രോസ് ദ ഗ്ലോബ് ആണെങ്കിൽ ഓരോ രാജ്യത്തെയും നിയമങ്ങൾ വേറെയാണ്. അപ്പോൾ അവിടുത്തെ റിയൽ വേൾഡ് പ്രോപ്പർട്ടീസിൽ നമുക്ക് ഗവൺമെന്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യത്തിന്റെ നിയമവുമായി കംപ്ലൈ ചെയ്ത് വേണം ഈ വക പ്രോസസ്സുകളൊക്കെ ഇറങ്ങാൻ. സോ ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ തൊട്ട് ശ്രമിച്ചാൽ ഒരു 5 years 10 years എവിടെയെങ്കിലും എത്തുള്ളൂ. അപ്പോൾ ഇത് തുടങ്ങിയത് ഇപ്പോഴല്ല. ഈവൻ 2017-18 ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന എൻറ്റിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്സ്, ബോണ്ട്, കാറ്, ഓട്ടോ, അങ്ങനെ പല സെക്ടറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള സെക്ടറാണ് ഫിനാൻസ് സെക്ടർ. കാരണം അതിൽ നമ്മളിപ്പോൾ സ്റ്റോക്സ് അല്ലെങ്കിൽ ബോണ്ട് മേടിക്കുന്നു, അതിന് ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ ഒരു എൻറ്റിറ്റി ആക്കിയിട്ട് രൂപീകരിക്കുന്നു, അതിന് ടോക്കണൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം കമ്പയർഡ് ടു ഒരു കാറ് മേടിച്ച് റെൻ്റലിന് ഓടിച്ചിട്ട് അതിൻ്റെ റവന്യൂ ട്രാക്ക് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ആദ്യം ഇത് തുടങ്ങിയത് ഫിനാൻസ് സെക്ടറിൽ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ സെക്ടറും ഫിനാൻസ് സെക്ടർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. RWA കുറിച്ച് ഒരു ചെറിയ ധാരണ, ഒരു ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് RWAയുടെ ടോക്കൺസിനെ കുറിച്ച് നോക്കാം. ഇനി ഒരു ചെറിയ കാര്യം, ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല നല്ല റിസർച്ച് നടത്താനും നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. RWAയുടെ ടോക്കണും അതിൻ്റെ റിയൽ വേൾഡ് അഡോപ്ഷനും ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു വെബ്സൈറ്റാണ് rwa.xyz. ഇവരുടെ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏതൊക്കെ സെക്ടറുകളിലാണ് അവ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളതെന്ന്. നമ്മൾ പറഞ്ഞ പോലെ ഫിൻടെക് ആണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ്, പിന്നെ ക്രിപ്റ്റോ, കൺസ്യൂമറിസം, ഓട്ടോ, കാർബൺ ക്രെഡിറ്റ്സ്, അങ്ങനെ പല സെക്ടറിലേക്ക് ഇത് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊജക്ട്സ് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മേപ്പിൾ, ട്രൂഫൈ, ഗോൾഫിൻ, സെൻട്രിഫ്യൂജ്, അങ്ങനെ പല പല പ്രൊജക്റ്റുകളുടെയും വാല്യൂ ലോക്ക്ഡ് ഇൻ കാണാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഈ സെക്ടറിലെ ലീഡിങ് ടോക്കൺസും. ഇതിൽ ഒരു സെക്ടർ നമ്മളൊരു ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാം ഫിൻടെക്കിൽ US ട്രഷറി ടോക്കണൈസ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ ആണ്. അത് കഴിഞ്ഞാൽ നിൽക്കുന്നത് ഓണ്ടോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സെക്ടറാണ്. ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ അവരുടേതായ ഓൺ പ്രൈവറ്റ് ചെയിനിലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഓണ്ടോ ഫിനാൻസ് എത്തീരിയത്തിലാണ് വരുന്നത്. അവിടെയാണ് നമ്മളൊരു ഇത്തിരി എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ ടോക്കൺ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി അവർക്കൊരു ടോക്കൺ റിലീസ് ആവാൻ സാധ്യതയുണ്ട്. ഈ ചാർട്ട് നമുക്ക് നോക്കിയാൽ അറിയാം, മേപ്പിൾ ഫിനാൻസും സെൻട്രിഫ്യൂജുമാണ് ഇതിൽ ഏറ്റവും നല്ല 2 പ്രോട്ടോകോൾസ് എന്നത്. അതുതന്നെയാണ് RWAയിൽ ഇപ്പോൾ ഹോട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ടോക്കൺസും. മേപ്പിളിനെ കുറിച്ചും സെൻട്രിഫ്യൂജിനെ കുറിച്ചും പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇഫ് യു ഡിഗ് ഡീപ്പർ നമുക്ക് 1-2 മൈക്രോ ക്യാപ്സും കൂടി RWA സെഗ്മെന്റിൽ കാണാൻ പറ്റും. അതേതാണ്? അത്
മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ, അതായത് ഹൗസിങ്ങും അതിൻ്റെ മാനേജ്മെൻറ്റും അതുവഴി ഉണ്ടാകുന്ന റെൻറ്റും ടോക്കണൈസ് ചെയ്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന 2 ടോക്കൺസ് ആണ്. ഇറ്റ്സ് ബിറ്റ് ഡീപ്പ് ഇൻ ദ കോയിൻ ഗെക്കോ. മൈക്രോ ക്യാപ്പുകളാണ്. ഒന്നാമത്തത് റിവെസ്റ്റ് എന്ന് പറയുന്ന കോയിനാണ്. അതിൻ്റെ ടോക്കൺ RVST ആണ്. കറൻ്റ്ലി അതിൻ്റെ പ്രൈസ് 18. രണ്ടാമത്തെ ടോക്കൺ റിയാലിയോ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ്. ഇതിൻ്റെ കറന്റ് പ്രൈസ് 0.35 ആണ്. RWA സെക്ടർ കിക്കിൻ ചെയ്താൽ ഇതെല്ലാം ബൂം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സോളിഡ് ആയിട്ടുള്ള 2 കോയിൻസ് ആയ മേപ്പിൾസും സെൻട്രിഫ്യൂജും മൈക്രോ ക്യാപ്പുകളായ റിവെസ്റ്റും റിയാലിയോയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. റിയൽ വേൾഡ് അസറ്റ്സ് എന്നുള്ള ട്രെൻഡിങ് ടോപ്പിക്കിലെ 4 കോയിനുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ കോയിൻസിനെ കുറിച്ച് മനസ്സിലാക്കി എന്നാണ്? അല്ല. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അതായത് റിയൽ വേൾഡ് അസറ്റ്സും ബ്ലോക്ക് ചെയിനും രണ്ടും 2 ലോകമാണെന്ന് പറഞ്ഞു. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ റിയൽ വേൾഡ് അസറ്റ്സിലെ ഡാറ്റ തെറ്റില്ലാതെ കറക്റ്റ് ഡാറ്റ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലേക്ക് കയറണം. എങ്കിൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണക്റ്റിംഗ് പീസുകളുണ്ട്. റിയൽ വേൾഡ് ഡാറ്റ, റിയൽ വേൾഡ് പ്രൈസ്, റിയൽ വേൾഡ് പ്രോഫിറ്റ്, അതെല്ലാം കറക്റ്റായിട്ട് ഇതിലേക്ക് കയറ്റി ഇതിൻ്റെ ഓണർഷിപ്പും ഡീറ്റെയിൽസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാക്കണം. അപ്പോൾ അതിന് ഇടയ്ക്കൊരു ബ്രിഡ്ജിങ് ലെയർ വേണം. തെറ്റ് പറ്റാത്ത, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഓത്തൻറ്റിക് ആയിട്ടുള്ള ഡാറ്റ മാത്രം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വിടുന്ന ഒരു ലെയർ വേണം. ആ ലെയറിനെ കുറിച്ച് ആരും ഒന്നും പറയാറില്ല. എന്താണത്? സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഈ ബ്രിഡ്ജിങ് ഡാറ്റ പ്രോട്ടോകോൾസ് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇതുപോലെ വരുന്നതായിരിക്കും. ഇത്തരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. ഓൾസോ ലൈക്ക് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. Webinar.